ഇന്ന് രാത്രി മുഴുവൻ അരവിന്ദ് കെജ്രിവാൾ ഇ ഡി ആസ്ഥാനത്ത് തന്നെ തുടരും. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ, അതായത് കൂടുതൽ ചോദ്യം ചെയ്യൽ തുടരും. നാളെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി, വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇന്ന് രാത്രി തന്നെ ഇ ഡി ആസ്ഥാനത്തിനകത്ത് വെച്ച്, ഓഫീസിനകത്ത് വെച്ച് അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും ഇതിനോടകം ഇ ഡി ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യമാണ്. മറ്റൊന്ന് ചേർത്ത് പറയാനുള്ളത്, അതായത് ഇതുമായി ചേർത്ത് പറയാനുള്ളത് ആം ആദ്മി പാർട്ടിയുടെ അവരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്, അതായത് ജയിലിനകത്ത് വെച്ചായാലും അദ്ദേഹം ഭരിക്കും, അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരുമെന്നുള്ളൊരു പ്രതികരണം വന്നിരുന്നു. അതേസമയം തന്നെ വി കെ സക്സേന, അതായത് ലഫ്റ്റനന്റ് കേണൽ ഗവർണറായിട്ടുള്ള വി കെ സക്സേനയ്ക്ക് അടുത്ത് അദ്ദേഹത്തിന്റെ രാജി ആവശ്യവുമായി BJP പ്രവർത്തകർ സമീപിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് അഴിമതി കേസിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ഇപ്പോൾ ഇ ഡിയുടെ കസ്റ്റഡിയിലുള്ള, ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി പദം രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് BJP പ്രവർത്തകർ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയെ സമീപിച്ചിരിക്കുന്നു. നാളെ അരവിന്ദ് കെജ്രിവാളിനെ PMLA കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യാൻ വേണ്ടി ഇ ഡിയും നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് അർജുൻ, ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണെന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. കാരണം ഈ ലഫ്റ്റനന്റ് ഗവർണർ മുഖ്യമന്ത്രി പോര് അത് ഡൽഹിക്ക് സുപരിചിതമാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്നത് തന്നെയായിരുന്നു അധികാരത്തിൽ ഇടപെടുന്ന, ഡൽഹി മുഖ്യമന്ത്രിയുടെ അധികാരത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ ഇടപെടുന്ന ഒരു സാഹചര്യം. അതിന് ഈ അടുത്തിടെയാണ് കുറച്ചെങ്കിലും ഒരു പരിഹാരമൊക്കെ ഉണ്ടായത്. ഇതിപ്പോ അറസ്റ്റിലായി, നാളെ കോടതി കേസ് പരിഗണിക്കാനിരിക്കുന്നു. ഇതിന്റെ ഒന്നും ഒരു വിവരങ്ങൾ അറിയാതെ, അല്ലെങ്കിൽ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ BJP ഇതാ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട് ഗവർണർക്ക് മുന്നിലേക്കൊക്കെ എത്തുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു പ്ലാൻ ചെയ്ത സംഭവം, എല്ലാം അറിഞ്ഞുകൊണ്ട് മുൻധാരണ പ്രകാരം നടത്തിയ ഒരു സംഭവമായിട്ടൊക്കെ കൂടി നമുക്ക് വിലയിരുത്താം അല്ലേ? തീർച്ചയായിട്ടും ചെയ്തു. ഇതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ മാനങ്ങളുണ്ട്, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അർത്ഥങ്ങളുണ്ട്. അല്പം മുൻപ് പുറത്തു വന്ന BJP ഡൽഹി അധ്യക്ഷന്റെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ എടുത്തു വെച്ച് വായിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ വന്നതിന് പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായ നടപടികളെല്ലാം തന്നെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം അതിന് തിരിച്ചടിയായിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് ഗവർണറെ സമീപിച്ച, ലഫ്റ്റനന്റ് ഗവർണറെ സമീപിച്ച BJPയുടെ സമീപനം, അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വിശദമായി ചോദ്യം ചെയ്യാൻ നാളെ തന്നെ PMLA കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് കസ്റ്റഡിയിൽ വാങ്ങി മറ്റു നടപടികളിലേക്ക് കടക്കം ഇ ഡി എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. എന്തായാലും സുപ്രീം കോടതിയിലെ വാദം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഹർജി, അത് ഒരുപക്ഷെ അനുകൂലമായിരിക്കില്ല അരവിന്ദ് കെജ്രിവാളിനെ, ഡൽഹി മുഖ്യമന്ത്രിക്ക് എന്നുള്ള കാര്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നാളത്തെ അദ്ദേഹത്തിന്റെ ഹർജികൾ, ഈ അറസ്റ്റ് തടയണം അല്ലെങ്കിൽ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ട് ഇ ഡിയെ ക്ഷമിക്കണം, ഈ സുപ്രീം കോടതിയെ സമീപിച്ച ഹർജി ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഒരു തിരിച്ചടിയായിരിക്കും. PMLA കോടതിയിൽ ഇ ഡി അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ നീക്കം തന്നെയാണ് നടക്കുന്നത്.